നമസ്കാരം. ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു ബീർബൽ കഥയാണ്. അക്ബർ എന്ന രാജാവിൻ്റെ കൊട്ടാരത്തിലെ പണ്ഡിതരിൽ ഒന്നാമനായിരുന്നു ബീർബൽ. ത്രിവിക്രംപൂർ എന്ന ഗ്രാമത്തിലെ ഒരു സാധു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച മഹേഷ് ദാസ് എന്ന വ്യക്തിയാണ് അക്ബർ മഹാരാജാവിനെ കണ്ടുമുട്ടുകയും ആ ബുദ്ധികൂർമ്മതയിൽ സംതൃപ്തനായ രാജാവ് അദ്ദേഹത്തെ തൻ്റെ സദസ്യനാക്കുകയും ചെയ്തു. ബീർബൽ എന്ന പേരിലാണ് മഹേഷ് ദാസ് പ്രശസ്തനായത്. നല്ല ഭരണാധികാരി, മികച്ച പടയാളി, സഹൃദയനായ കവി, പഴുതുറ്റ ന്യായാധിപൻ എന്നീ നിലകളിലെല്ലാം പ്രശസ്തനായ ബീർബൽ അക്ബറുടെ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായി ഉയർന്നു. അക്ബർ മഹാരാജാവിനെ ഉപദേശിക്കാനും സഹായിക്കാനും വിമർശിക്കാനും തിരുത്താനുമൊക്കെ ബീർബലിന് സ്വാതന്ത്ര്യം ലഭിച്ചു. ബീർബൽ ബ്രഹ്മ എന്ന തൂലികാനാമത്തിൽ രചിച്ച മനോഹരമായ കവിതകൾ ഇന്നും ഭരത്പൂർ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇന്ന് ബീർബലിൻ്റെ സ്വർണ്ണത്തളിക എന്ന ഒരു അനുഭവ കഥയാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഒരിക്കൽ അക്ബർ മഹാരാജാവിൻ്റെ വിശിഷ്ടമായ ഒരു സ്വർണ്ണത്തളിക മോഷണം പോയി. അത് കൊട്ടാരത്തിൽ നിന്ന് ഈ മോഷണം പോയ സ്വർണ്ണത്തളിക അടുക്കളയിലെ തൊഴിലാളികളിൽ ഒരാളാണ് അത് മോഷ്ടിച്ചതെന്ന് ഉറപ്പായിരുന്നു. മറ്റാർക്കും കൊട്ടാരത്തിൻ്റെ അടുക്കളയിൽ പ്രവേശനമില്ല. എന്നാൽ അവരിൽ ആരാണ് എന്നതാണ് പ്രശ്നം. അക്ബർ ഇക്കാര്യം ബീർബലിനെ ചുമതലപ്പെടുത്തി. അത് കണ്ടെത്തുക, ആ മോഷ്ടാവിനെ കണ്ടെത്തുക. ബീർബൽ അടുക്കളക്കാരെ എല്ലാം മാറി മാറി ചോദ്യം ചെയ്തിട്ടും ആരും കുറ്റം സമ്മതിച്ചില്ല. അപ്പോൾ ഒരു നിലവിളക്ക് കത്തിച്ചു കൊണ്ടുവരുവാൻ ബീർബൽ ആവശ്യപ്പെട്ടു. വിളക്കെത്തിയപ്പോൾ ബീർബൽ അവരോട് പറഞ്ഞു, യഥാർത്ഥ മോഷ്ടാവിനെ ഞാൻ കണ്ടെത്തിത്തരാം. നിങ്ങൾ ഓരോരുത്തരും ഈ വിളക്കിലെ എണ്ണയിൽ വിരൽ മുക്കണം. അതിനുശേഷം എല്ലാവരും എന്നെ വന്ന് കാണുക. തളിക മോഷ്ടിച്ചയാൾ എണ്ണയിൽ വിരൽ മുക്കുമ്പോൾ വിളക്ക് താനെ അണയും. ജോലിക്കാർ അപ്രകാരം ചെയ്തു. അനന്തരം ബീർബൽ പറഞ്ഞു, ഇനി നിങ്ങൾ രാജാവിൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന വെള്ളത്തിൽ അതേ വിരൽ മുക്കുക. അവർ അതനുസരിച്ച് ജോലിക്കാരിൽ ഒരാളെ ചൂണ്ടി. ബീർബൽ പറഞ്ഞു, മഹാരാജാവേ, ഇയാളാണ് തളിക മോഷ്ടിച്ചത്. രാജാവ് ചോദ്യം ചെയ്തപ്പോൾ നേരത്തെ ഒളിപ്പിച്ചു വെച്ച തളിക തിരിച്ചു കൊടുത്ത് അയാൾ മാപ്പിരന്നു. ബീർബൽ എങ്ങനെയാണ് കള്ളനെ കണ്ടെത്തിയതെന്ന രാജാവിൻ്റെ ചോദ്യത്തിന് മറുപടിയായി ബീർബൽ പറഞ്ഞു, മഹാരാജാവേ, അത് എളുപ്പമാണ്. കള്ളൻ്റെ വിരൽ തൊട്ടാൽ വിളക്ക് കെടുമെന്ന് ഞാൻ പറഞ്ഞതിനാൽ യഥാർത്ഥ കള്ളൻ എണ്ണയിൽ തൊട്ടില്ല. പിന്നീട് വെള്ളത്തിൽ വിരൽ മുക്കിയപ്പോൾ അയാളുടെ വിരലിൽ മാത്രം എണ്ണമയം കണ്ടതുമില്ല. ഇതോടെ എൻ്റെ ജോലി എളുപ്പമായി. അങ്ങനെയാണ് യഥാർത്ഥ കള്ളനെ ബീർബൽ കണ്ടെത്തിയത്. ഈ ബീർബൽ നടത്തിയ ഈ ജോലിയിലൂടെ, ഈ പ്രവർത്തനത്തിലൂടെ ആ കള്ളനെ കണ്ടെത്തിയ നടപടിയിൽ രാജാവ് ബീർബലിനെ പ്രശംസിക്കുകയും ധാരാളം സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. ബീർബലുമായി ബന്ധപ്പെട്ട ഈ കഥ ഇത്രമാത്രം. നന്ദി, നമസ്കാരം.